തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സ്കാനിങ്ങിന് എത്തുന്ന രോഗികൾ ടോക്കൺ സംവിധാനമില്ലാതെ നട്ടം തിരിയുന്നതായി പരാതി ഉയർന്ന സാഹചര്യത്തിൽ തിരക്ക് നിയന്ത്രിക്കുവാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളുമെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ലിജോ കൊള്ളന്നൂർ അറിയിച്ചു. സ്കാനിംഗ് കൗണ്ടറിലെത്തിയ രോഗിയുടെ കയ്യിൽ നിന്നും കുറിപ്പ് വാങ്ങി സ്കാനിംഗ് ദിവസം ഉറപ്പിക്കാൻ മണിക്കൂറുകളോളം വിശപ്പും ദാഹവും സഹിച്ച് അധികൃതരുടെ മറുപടിക്കായി കാത്തു നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. ഇങ്ങനെ കിട്ടിയ സ്കാനിംഗ് തീയതി രോഗികൾക്ക് നൽകുമ്പോൾ എല്ലാവരോടും കാലത്ത് 9 മണിയോടെ എത്തുവാനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. സ്കാനിങ്ങിനായി കുറിപ്പും വാങ്ങി അക്ഷമയോടെ രോഗികൾ കാത്തു നിൽക്കുന്നത് മണിക്കൂറുകളോളം ആണ്. തൃശൂർ ജില്ലയിൽ നിന്നും മറ്റ് വിവിധ ജില്ലകളിൽ നിന്നുമായി നിരവധി രോഗികളാണ് മെഡിക്കൽ കോളേജിൽ ഓരോ ദിവസവും സ്കാനിങ്ങിനായി എത്തുന്നത്. ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തിയാൽ രോഗികൾക്ക് അതാത് സമയത്ത് കുറിപ്പും വാങ്ങി സ്കാനിങ്ങിനെത്തിയാൽ മണിക്കൂറുകളോളം കാത്തുകെട്ടി കിടക്കേണ്ട സാഹചര്യം ഒഴിവാക്കാമെന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകളിലൂടെ പറഞ്ഞിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് സൂപ്രണ്ട് പ്രശ്നങ്ങൾക്ക് ഉടൻ നടപടികൾ ഉണ്ടാകുമെന്ന് അറിയിച്ചത്. അൾട്രാസൗണ്ട് ഏരിയയിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മുമ്പേ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ ചാർജ് എടുത്തതിന് ശേഷം ആ ഏരിയയിൽ പോയി നോക്കിയപ്പോൾ അഭൂതപൂർവമായ തിരക്കാണുള്ളത്. അതിന് ഒരു കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ റെഡ് സോൺ ഏരിയ താൽക്കാലികമായി നടക്കേണ്ട അവസ്ഥ വന്നു, പുതിയ MRI മെഷീൻ വന്നപ്പോൾ. അപ്പോൾ ആ എമർജൻസിയിലുള്ള അൾട്രാസൗണ്ടും കൂടി അവിടെ ചെല്ലുന്ന ഒരു അവസ്ഥയുണ്ടായി. അവിടെ ഇപ്പോൾ നിലവിലുള്ള അൾട്രാസൗണ്ട് മെഷീനുകൾ നമ്മുടെ ആശുപത്രിയിലെ മുഴുവൻ സേവനം നൽകാൻ പര്യാപ്തവുമല്ല. അപ്പോൾ അതിനുള്ളൊരു വലിയ പ്രൊജക്ട് പ്രപ്പോസൽ ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. അൾട്രാസൗണ്ട് ഏരിയ വിപുലീകരിക്കാൻ പോകുന്നു, വെയിറ്റിംഗ് ഏരിയകളെല്ലാം ആയിട്ട്. കൂടെ ഒരു അൾട്രാസൗണ്ട് മെഷീൻ നമുക്ക് അഡീഷണൽ മേടിക്കാൻ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് വേണ്ട ഫണ്ട് കണ്ടെത്തുന്നതാണ് അതിൽ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾ അടുത്ത HVS യോഗത്തിൽ ഞങ്ങൾ വെക്കുന്നുണ്ട് ഒരു അജണ്ടയായിട്ട്. അതിൻ്റെ ഇടയിൽ ഒരു ബാങ്കുമായിട്ടൊരു CSR ആയിട്ടുള്ളൊരു പ്രപ്പോസൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുമായിട്ട് ഇവിടെ അടുത്തുള്ളൊരു ബാങ്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് വന്നിരുന്നു, ഒരു CSR